നെക്സ്റ്റ് സെക്ഷൻ 1.2 ഗോസിയൻ എലിമിനേഷൻ. നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലും റോ എക്കലോൺ ഫോമിലുമുള്ള മെട്രിസസുകൾ എന്താണെന്നും അവയുടെ എക്സാമ്പിൾസും അതുപോലെ തന്നെ ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്രീവിയസ് സെക്ഷനിലെ എക്സാമ്പിൾ 6ലെ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. 1 0 0 1 0 1 0 2 0 0 1 3. ദെൻ ഇതിലെ ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 1 × x + 0 × y + 0 × z = 1, അതായത് x = 1. സെക്കൻഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 0 × x + 1 × y + 0 × z = 2, അതായത് y = 2. തേർഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 0 × x + 0 × y + 1 × z = 3, അതായത് z = 3. സോ ആ മെട്രിക്സിനെ ഈ ഒരു ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. എബോവ് മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. സോ ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കുവാൻ സാധിക്കും. നമുക്ക് ആദ്യം എപ്പോഴാണ് ഒരു മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണെന്ന് പറയുക എന്ന് നോക്കാം. ഒരു മെട്രിക്സ് അതൊരു സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ജനറൽ m/n മെട്രിക്സ്, ആ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണെങ്കിൽ അത് 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ് ദെൻ ദി ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇൻ ദി റോ ഈസ് എ 1. അതായത് ആ മെട്രിക്സിലെ ഏതെങ്കിലും റോസിൽ എല്ലാ എലിമെൻസും 0 അല്ല എന്നുണ്ടെങ്കിൽ ആ റോയിലെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ 1 ആയിരിക്കണം. സോ അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ എലിമെൻ്റെങ്കിലും ഉള്ള റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആയിരിക്കണം. ഇതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. ഈ 1നെ ലീഡിങ് 1 എന്നാണ് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി ഇതാണ്: if there are any rows that consist entirely of zeros then they are grouped together at the bottom of the matrix. അതായത് ആ മെട്രിക്സിലെ ഏതെങ്കിലും ഒരു റോയിൽ അതല്ലെങ്കിൽ ഒന്നിലധികം റോസിൽ എല്ലാ എലിമെൻസും 0 ആണെങ്കിൽ അത്തരത്തിലുള്ള റോകളെ ആ മെട്രിക്സിൻ്റെ താഴെയാണ് ഗ്രൂപ്പ് ചെയ്യാറുള്ളത്. ദെൻ തേർഡ് വൺ: if any two successive rows that do not consist entirely of zeros the leading one in the lower row occurs farther to the right than the leading one in the higher row. അതായത് ഏതെങ്കിലും 2 സക്സസീവ് റോകളിൽ 2 റോസിലും അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ 2 റോയിലും ലീഡിങ് വൺസ് ഉണ്ടായിരിക്കും. ദെൻ താഴെയുള്ള റോയിലെ ലീഡിങ് 1 മുകളിലെ റോയിലെ ലീഡിങ് 1 ലൈ ചെയ്യുന്ന കോളത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു കോളത്തിലായിരിക്കണം ലൈ ചെയ്യേണ്ടത്. മുകളിലെ റോയിലെ ലീഡിങ് 1 ലൈ ചെയ്യുന്ന സെയിം കോളത്തിലോ അതല്ലെങ്കിൽ ആ കോളത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏതെങ്കിലും കോളത്തിലോ താഴെയുള്ള റോയിലെ ലീഡിങ് 1 ലൈ ചെയ്യാൻ പാടില്ല. അതായത് മുകളിലെ റോയിലെ ലീഡിങ് 1 ലൈ ചെയ്യുന്ന കോളം കഴിഞ്ഞു വരുന്ന ഏതെങ്കിലും കോളത്തിലായിരിക്കണം താഴെയുള്ള റോയിലെ ലീഡിങ് 1 ലൈ ചെയ്യേണ്ടത്. ദെൻ ഫോർത്ത് പ്രോപ്പർട്ടി: ഈച്ച് കോളം ദാറ്റ് കണ്ടെയ്ൻസ് എ ലീഡിങ് 1 ഹാസ് സീറോസ് എവരിവെയർ എൽസ് ഇൻ ദാറ്റ് കോളം. അതായത് ഏതെങ്കിലും ഒരു കോളത്തിൽ ലീഡിങ് 1 ഉണ്ടെങ്കിൽ ആ കോളത്തിലെ ബാക്കി എല്ലാ എലിമെൻസും 0 ആയിരിക്കണം. ഈ 4 പ്രോപ്പർട്ടീസും ഉള്ള മെട്രിക്സുകളെയാണ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകൾ എന്ന് പറയുന്നത്. സോ ഒരു മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാവണം എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിലെ ഏതൊക്കെ റോകളിൽ നോൺ സീറോ എലിമെൻറ്റ്സ് ഉണ്ടോ ആ റോകളിലെ എല്ലാം ഫസ്റ്റ് നോൺ സീറോ എലിമെൻറ്റ് 1 ആയിരിക്കണം. എല്ലാ എലിമെൻറ്റ്സും 0 ആയിട്ടുള്ള റോസ് എല്ലാം മെട്രിക്സിൻ്റെ താഴെയുള്ള റോസ് ആയിരിക്കണം. ഏതെങ്കിലും 2 സക്സസീവ് റോസിൽ ലീഡിങ് വൺസ് ഉണ്ടെങ്കിൽ മുകളിലെ റോയിലെ ലീഡിങ് 1 ലൈ ചെയ്യുന്ന കോളം കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും കോളത്തിലായിരിക്കണം താഴെയുള്ള റോയിലെ ലീഡിങ് 1. ലീഡിങ് 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ കോളത്തിലെയും ബാക്കി എലിമെൻറ്റ്സ് 0 ആയിരിക്കണം. ഇത്രയും പ്രോപ്പർട്ടീസ് ആ മെട്രിക്സ് ഹോൾഡ് ചെയ്യണം. ദെൻ ഈ 4 പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് 3 പ്രോപ്പർട്ടീസ് മാത്രം ഹോൾഡ് ചെയ്യുന്ന മെട്രിക്സുകളെയാണ് റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകൾ എന്ന് പറയുന്നത്. റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകളിൽ ലീഡിങ് 1 ലൈ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ആ കോളത്തിൽ ലീഡിങ് 1 അല്ലാതെ വേറെയും നോൺ സീറോ എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. എന്തായാലും തേർഡ് പ്രോപ്പർട്ടിയിൽ നിന്നും ലീഡിങ് 1 ലൈ ചെയ്യുന്ന കോളത്തിലെ അതിന് താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ബട്ട് ആ കോളത്തിലെ ലീഡിങ് 1ന് മുകളിലുള്ള എലിമെൻറ്റ്സ് 0 ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ ലീഡിങ് 1 ലൈ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആയിരിക്കും.
ഇവിടെ അത് നിർബന്ധമില്ല. എല്ലാ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകളും റോ എക്കലോൺ ഫോമിലുള്ളതാണ്. ബട്ട് എല്ലാ റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകളും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലല്ല. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഒരു 3/4 മെട്രിക്സ് ആണ്. മെട്രിക്സ് 1 0 0 4 0 1 0 7 0 0 1 -1. ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. കാരണം ഈ മെട്രിക്സിലെ നോൺ സീറോ എലിമെൻറ്റ്സ് ഉള്ള എല്ലാ റോസിലെയും ഫസ്റ്റ് എൻട്രി 1 ആണ്. അതുപോലെ തന്നെ എല്ലാ എലിമെൻറ്റ്സും 0 ആയിട്ടുള്ള റോസൊന്നും ഈ മെട്രിക്സിലില്ല. ദെൻ ലീഡിംഗ് വൺസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ മെട്രിക്സിലെ ഏത് 2 സക്സസീവ് റോസ് എടുത്താലും മുകളിലുള്ള റോയിലെ ലീഡിംഗ് വൺ ലൈ ചെയ്യുന്ന കോളത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏതെങ്കിലും കോളത്തിലായിരിക്കും താഴെയുള്ള റോയിലെ ലീഡിംഗ് വൺ. കാരണം ഫസ്റ്റ് റോയിലെ ലീഡിംഗ് വൺ ഫസ്റ്റ് കോളത്തിലാണ്, സെക്കൻഡ് റോയിലെ ലീഡിംഗ് വൺ സെക്കൻഡ് കോളത്തിലാണ്, തേർഡ് റോയിലെ ലീഡിംഗ് വൺ തേർഡ് കോളത്തിലാണ്. സോ തേർഡ് പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലീഡിംഗ് വൺ ലൈ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആണ്. സോ ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു 3/3 മെട്രിക്സ് ആണ്. മെട്രിക്സ് 1 0 0 0 1 0 0 0 1. ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണിത്. ഈ മെട്രിക്സും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. അത് ട്രിവിയലായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു 4/5 മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് ഇതുപോലെയാണ്. 0 1 -2 0 1 0 0 0 1 3 0 0 0 0 0 0 0 0 0 0. ഇതാണ് ആ 4/5 മെട്രിക്സ്. ഈ മെട്രിക്സും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. കാരണം ഈ മെട്രിക്സിലെ നോൺ സീറോ എലിമെൻറ്റ്സ് ഉള്ള റോകളിലെ എല്ലാം ഫസ്റ്റ് എൻട്രി 1 ആണ്. അതുപോലെ തന്നെ എല്ലാ എലിമെൻറ്റ്സും 0 ആയിട്ട് വരുന്ന റോകളെല്ലാം ഈ മെട്രിക്സിൻ്റെ താഴെയുള്ള റോസ് ആണ്. ദെൻ 2 സക്സസീവ് റോസിൽ ലീഡിംഗ് വൺസ് ഉണ്ടെങ്കിൽ മുകളിലുള്ള റോയിലെ ലീഡിംഗ് വൺ ലൈ ചെയ്യുന്ന കോളത്തിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും താഴെയുള്ള റോയിലെ ലീഡിംഗ് വൺ. ഇവിടെ ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലുമാണ് ലീഡിംഗ് വൺസ് ഉള്ളത്. ഫസ്റ്റ് റോയിലെ ലീഡിംഗ് വൺ സെക്കൻഡ് കോളത്തിലാണ്, സെക്കൻഡ് റോയിലെ ലീഡിംഗ് വൺ ഫോർത്ത് കോളത്തിലാണ്. അത് അതിൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. സോ തേർഡ് പ്രോപ്പർട്ടിയും ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലീഡിംഗ് വൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളംസ് സെക്കൻഡ് കോളവും അതുപോലെ തന്നെ ഫോർത്ത് കോളവുമാണ്. ആ കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസും 0 ആണ്. സോ ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 0 മെട്രിക്സ് ആണ്. ഒരു 2/2 മെട്രിക്സ് ആണ്. 0 0 0 0. ഈ മെട്രിക്സും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. കാരണം ഈ മെട്രിക്സിൽ നോൺ സീറോ എലിമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് 4 പ്രോപ്പർട്ടീസും ഇവിടെ ട്രിവിയലായിട്ട് ഹോൾഡ് ചെയ്യും. സോ ഈ മെട്രിക്സും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. ദെൻ എല്ലാ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകളും റോ എക്കലോൺ ഫോമിലുള്ളതുകൊണ്ട് ഈ 4 മെട്രിക്സുകളും റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ദെൻ എല്ലാ റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകളും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേത് ഒരു 3/4 മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് ഇങ്ങനെയാണ്. 1 4 -3 7 0 1 6 2 0 0 1 5. ഈ മെട്രിക്സ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. ബട്ട് ഇത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് അല്ല. കാരണം അതിലെ 3 പ്രോപ്പർട്ടീസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ എലിമെൻറ്റ്സ് എങ്കിലും ഉള്ള റോകളിലെ എല്ലാം ഫസ്റ്റ് എൻട്രി 1 ആണ്. അതുപോലെ തന്നെ 0 എലിമെൻറ്റ്സ് മാത്രമുള്ള റോകളൊന്നും തന്നെ ഈ മെട്രിക്സിലില്ല. ദെൻ 2 സക്സസീവ് റോസിൽ ലീഡിംഗ് വൺസ് ഉണ്ടെങ്കിൽ മുകളിലുള്ള റോയിലെ ലീഡിംഗ് വൺ ലൈ ചെയ്യുന്ന കോളത്തിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് താഴെയുള്ള റോയിലെ ലീഡിംഗ് വൺ. സോ 3 പ്രോപ്പർട്ടീസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫോർത്ത് പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം ഫോർത്ത് പ്രോപ്പർട്ടിയിൽ പറയുന്നത് ലീഡിംഗ് വൺസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ കോളത്തിലെയും ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആയിരിക്കണം. ഇവിടെ ലീഡിംഗ് വണ്ണിനെ കണ്ടെയ്ൻ ചെയ്യുന്ന 2 കോളംസ് ആണ്, സെക്കൻഡ് കോളവും അതുപോലെ തന്നെ തേർഡ് കോളവും. ബട്ട് ആ കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസും 0 അല്ല. സോ ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് അല്ല. ഫോർത്ത് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. ബട്ട് ഈ മെട്രിക്സ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. സോ എല്ലാ റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകളും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ ഇതുപോലെ തന്നെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലല്ലാത്ത റോ എക്കലോൺ ഫോമിലുള്ള മറ്റൊരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ് ഒരു 3/3 മെട്രിക്സ് ആണ്. 1 1 0 0 1 0 0 0 0. ഇവിടെ 3 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫോർത്ത് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം സെക്കൻഡ് കോളത്തിൽ ഒരു ലീഡിംഗ് വൺ ഉണ്ട്. ബട്ട് ആ കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസും 0 അല്ല. സോ ഫോർത്ത് പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് അല്ല. 3 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്.
ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു 3/5 മെട്രിക്സ് ആണ്. 0 1 2 6 0 0 0 1 -1 0 0 0 0 0 1. ഇത് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. ബട്ട് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് അല്ല ഇത്. കാരണം തേർഡ് കോളത്തിൽ ഒരു ലീഡിംഗ് വൺ ഉണ്ട്. ബട്ട് ആ കോളത്തിലെ ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 അല്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് റോയിൽ 2 എന്നുള്ള എലിമെൻ്റ് ആണ്. സോ ഫോർത്ത് പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല. ബാക്കി 3 പ്രോപ്പർട്ടീസും ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഈ മെട്രിക്സ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. ബട്ട് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് അല്ല. ദെൻ നെക്സ്റ്റ് എക്സാമ്പിളിൽ റോ എക്കലോൺ ഫോമിലും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുമുള്ള മെട്രിക്സുകൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഓരോ മെട്രിക്സുകളും ഇൻഫിനിറ്റ്ലി മെനി മെട്രിക്സുകളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാറിന് പകരം ഏതൊരു റിയൽ നമ്പർ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സുകളെല്ലാം റോ എക്കലോൺ ഫോമിലായിരിക്കും. ഇവിടെ ഒരു മെട്രിക്സിലുള്ള എല്ലാ സ്റ്റാറുകൾക്കും സെയിം റിയൽ നമ്പർ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോ സ്റ്റാറിനും ഡിഫറെൻറ്റ് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് റോ എക്കലോൺ ഫോമിലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ എക്സാമ്പിൾ ഒരു 4/4 മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് ഇതുപോലെയാണ്. 1 സ്റ്റാർ 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 0 1 സ്റ്റാർ സ്റ്റാർ 0 0 1 സ്റ്റാർ 0 0 0 1. ഇത് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. അവിടെ സ്റ്റാറിന് പകരം ഏതൊരു റിയൽ നമ്പർ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എല്ലാ മെട്രിക്സുകളും റോ എക്കലോൺ ഫോമിലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 1/2 -2 -3 0 1 2 4 0 0 1 10 0 0 0 1. ഇത് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ സ്റ്റാറിന് പകരം സെയിം റിയൽ നമ്പർ ചൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 2 2 0 1 2 2 0 0 1 2 0 0 0 1. ഇതും റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. സ്റ്റാറിന് പകരം ഏതൊരു റിയൽ നമ്പർ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് റോ എക്കലോൺ ഫോമിലായിരിക്കും. സ്റ്റാറിന് പകരം 0യും യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 യൂസ് ചെയ്താലും ആ മെട്രിക്സും റോ എക്കലോൺ ഫോമിൽ തന്നെയായിരിക്കും. ദെൻ അടുത്ത എക്സാമ്പിൾ അതും ഒരു 4/4 മെട്രിക്സ് ആണ്. 1 സ്റ്റാർ 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 0 1 സ്റ്റാർ സ്റ്റാർ 0 0 1 സ്റ്റാർ 0 0 0 0. ഇതും റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. കാരണം അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ എലിമെൻറ്റ്സ് ഉള്ള എല്ലാ റോകളിലെയും ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. എല്ലാ എലിമെൻറ്റ്സും 0 ആയിട്ട് വരുന്ന റോ ഈ മെട്രിക്സിൻ്റെ താഴെയാണ് ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 സക്സസീവ് റോസിൽ ലീഡിംഗ് വൺസ് ഉണ്ടെങ്കിൽ താഴെയുള്ള റോയിലെ ലീഡിംഗ് 1 മുകളിലത്തെ റോയിലെ ലീഡിംഗ് 1 ലൈ ചെയ്യുന്ന കോളത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് 3 പ്രോപ്പർട്ടീസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മെട്രിക്സ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. ഫോർത്ത് പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സെക്കൻഡ് ആൻഡ് തേർഡ് കോളത്തിലെ എല്ലാ സ്റ്റാറുകൾക്കും 0 അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായിരിക്കും. അതല്ലെങ്കിൽ ജനറലായിട്ട് പറയുമ്പോൾ ഈ മെട്രിക്സ് സ്റ്റാറിന് ആർബിട്രറി റിയൽ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഈ മെട്രിക്സ് റോ എക്കലോൺ ഫോമിലായിരിക്കും. സെക്കൻഡ് ആൻഡ് തേർഡ് കോളത്തിലെ എല്ലാ സ്റ്റാറുകളും 0 ആണെങ്കിൽ ആ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 0 0 2 0 1 0 3 0 0 1 4 0 0 0 0. ഇത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ റോ എക്കലോൺ ഫോമിലുമുള്ള ഒരു മെട്രിക്സ് ആണ്. ബട്ട് 1 2 3 4 0 1 2 3 0 0 1 5 0 0 0 0. ഇത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് അല്ല. ബട്ട് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ അതും ഒരു 4/4 മെട്രിക്സ് ആണ്. 1 സ്റ്റാർ 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 0 1 സ്റ്റാർ സ്റ്റാർ 0 0 0 0 0 0 0 0. ഈ മെട്രിക്സും റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ സെക്കൻഡ് കോളത്തിലെ സ്റ്റാറിന് പകരം 0 അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായിരിക്കും. ബാക്കി എല്ലാ സ്റ്റാർസും ഏത് റിയൽ നമ്പേഴ്സ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല. സെക്കൻഡ് കോളത്തിലെ സ്റ്റാർ 0 ആണെങ്കിൽ ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായിരിക്കും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ അതൊരു 5/10 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സും റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സുകൾക്ക് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. 4/4 മെട്രിക്സ് ആണ് ആദ്യത്തേത്. 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1 4/4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്.
അത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ റോ എക്കലോൺ ഫോമിലുമുള്ള ഒരു മെട്രിക്സ് ആണ്. ദെൻ നെക്സ്റ്റ് ഒരു 4x4 മെട്രിക്സ് തന്നെയാണ്. 1 0 0 സ്റ്റാർ 0 1 0 സ്റ്റാർ 0 0 1 സ്റ്റാർ 0 0 0 0. ഇതും ഒരു റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. കാരണം ഇവിടെ അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ എലിമെൻറ്റ്സ് ഉള്ള എല്ലാ റോകളിലെയും ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. എല്ലാ എലിമെൻറ്റ്സും 0 ആയിട്ട് വരുന്ന റോ ഈ മെട്രിക്സിൻ്റെ താഴെയാണ് ലൈ ചെയ്യുന്നത്. 2 സക്സസീവ് റോസിൽ ലീഡിംഗ് വൺസ് ഉണ്ടെങ്കിൽ താഴെയുള്ള റോയിലെ ലീഡിംഗ് 1 മുകളിലത്തെ റോയിലെ ലീഡിംഗ് 1 ലൈ ചെയ്യുന്ന കോളത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള കോളത്തിലാണ് ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഡിംഗ് വൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ കോളത്തിലെയും ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആണ്. സോ ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സാമ്പിളും ഒരു 4x4 മെട്രിക്സ് ആണ്. 1 0 സ്റ്റാർ സ്റ്റാർ 0 1 സ്റ്റാർ സ്റ്റാർ 0 0 0 0 0 0 0 0. ഈ മെട്രിക്സും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ സ്റ്റാറിന് പകരം ഏതൊരു റിയൽ നമ്പർ അസൈൻ ചെയ്ത് കൊടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സുകളെല്ലാം തന്നെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണ്. അടുത്ത എക്സാമ്പിൾ ഒരു 5x10 മെട്രിക്സ് ആണ്. 0 1 സ്റ്റാർ 0 0 0 സ്റ്റാർ സ്റ്റാർ 0 സ്റ്റാർ 0 0 0 1 0 0 സ്റ്റാർ സ്റ്റാർ 0 സ്റ്റാർ 0 0 0 0 1 0 സ്റ്റാർ സ്റ്റാർ 0 സ്റ്റാർ 0 0 0 0 0 1 സ്റ്റാർ സ്റ്റാർ 0 സ്റ്റാർ 0 0 0 0 0 0 0 0 1 സ്റ്റാർ. ഈ മെട്രിക്സും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. കാരണം അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ എലിമെൻറ്റ്സ് ഉള്ള എല്ലാ റോകളിലെയും ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. എല്ലാ എലിമെൻറ്റ്സും 0 ആയിട്ട് വരുന്ന റോ ഈ മെട്രിക്സിലില്ല. അതുപോലെ തന്നെ 2 സക്സസീവ് റോസിൽ ലീഡിംഗ് വൺസ് ഉണ്ടെങ്കിൽ താഴെയുള്ള റോയിലെ ലീഡിംഗ് 1 മുകളിലത്തെ റോയിലെ ലീഡിംഗ് 1 ലൈ ചെയ്യുന്ന കോളത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏതെങ്കിലും കോളത്തിലാണ് ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഡിംഗ് വൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ കോളത്തിലെയും ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആണ്. സോ ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കുമെന്ന്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ്റെ ബിഹേവിയർ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാനുള്ള മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്ത് ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഏതാണെന്നും ആ സിറ്റുവേഷനിൽ ആ ലീനിയർ സിസ്റ്റം എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ആ മെട്രിക്സിൽ നിന്നും കിട്ടുന്ന ലീനിയർ ഇക്വേഷൻസിനെ പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടോ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേത് എക്സാക്ട്ലി 1 അതായത് യൂണീക്ക് സൊല്യൂഷൻ മാത്രമുള്ള ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ ലീനിയർ സിസ്റ്റം ഏതാണെന്നോ അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഏതാണെന്നോ തന്നിട്ടില്ല. ഏതോ ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കുക. 1 0 0 0 3 0 1 0 0 -1 0 0 1 0 0 0 0 0 1 5. ഇത് ഏതോ ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമാണെന്ന് അസ്യൂം ചെയ്യുക. ആ ലീനിയർ സിസ്റ്റത്തിൽ x1 x2 x3 x4 ഇതുപോലെ 4 അൺനോൺസും 4 ലീനിയർ ഇക്വേഷൻസുമാണ് ഉള്ളത്. ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇതുപോലെ റെഡ്യൂസ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. ദെൻ ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ഇതുപോലെയായിരിക്കും. ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ 1 × x1 + 0 × x2 + 0 × x3 + 0 × x4 = 3, അതായത് x1 = 3. ദെൻ സെക്കൻഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ 0 × x1 + 1 × x2 + 0 × x3 + 0 × x4 = -1, അതായത് x2 = -1. തേർഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ 0 × x1 + 0 × x2 + 1 × x3 + 0 × x4 = 0, അതായത് x3 = 0. ഫോർത്ത് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ 0 × x1 + 0 × x2 + 0 × x3 + 1 × x4 = 5,
അതായത് x4 = 5. ഇവിടെ ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നിന്നും ഡയറക്റ്റായിട്ട് x1ൻ്റെയും x2ൻ്റെയും x3ൻ്റെയും x4ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുവാൻ സാധിച്ചു. അതായത് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ സാധിച്ചു. ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ഓർഡേഡ് 4 ടപ്പിൾ ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഇതുപോലെയായിരിക്കും. ഓർഡേഡ് 4 ടപ്പിൾ 3 -1 0 5. ഇതല്ലാതെ വേറെ സൊല്യൂഷൻ ഈ ലീനിയർ സിസ്റ്റത്തിനില്ല. സോ ഈ ലീനിയർ സിസ്റ്റത്തിന് യൂണീക്ക് സൊല്യൂഷൻ മാത്രമാണ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിൽ നിന്നും ഡയറക്റ്റായിട്ട് അൺനോൺസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുവാൻ സാധിക്കും. അതായത് ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ യൂണീക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ലീനിയർ സിസ്റ്റംസ് ഇൻ 3 അൺനോൺസ് XYZ, അതല്ലെങ്കിൽ x1 x2 x3 ഇതുപോലെ 3 അൺനോൺസും 3 ലീനിയർ ഇക്വേഷൻസും ഉള്ള ലീനിയർ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷനും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനും വരുന്ന കേസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാക്ട്ലി 1 സൊല്യൂഷൻ വരുന്ന കേസ് പ്രീവിയസ് എക്സാമ്പിളിലുള്ളതുപോലെ തന്നെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ നിന്നും ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോ സൊല്യൂഷനും അതുപോലെ തന്നെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസും വരുന്ന സിറ്റുവേഷൻസ് ആണ്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. 1 0 0 0 0 1 2 0 0 0 0 1. ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൻ്റെ തേർഡ് റോയ്ക്ക്, അതായത് ലാസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ ഇതാണ്. 0 × x + 0 × y + 0 × z = 1. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ എക്സും വൈയും സെഡും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഈ ലീനിയർ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ലീനിയർ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. സൊല്യൂഷൻ ഒന്നും തന്നെ ഇല്ലാത്ത ലീനിയർ സിസ്റ്റത്തിനെയാണ് ഇൻകൺസിസ്റ്റൻ്റ് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് എക്സാമ്പിൾ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം തന്നിട്ടുണ്ട്. 1 0 3 -1 0 1 -4 2 0 0 0 0. ദെൻ ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൻ്റെ തേർഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 0 × x + 0 × y + 0 × z = 0. എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂസ് ഏത് തന്നെയായാലും 0 × x + 0 × y + 0 × z = 0 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂസിൽ യാതൊരു റെസ്ട്രിക്ഷൻസും കൊണ്ടുവരുന്നില്ല. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഒമിറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ദെൻ ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 1 × x + 0 × y + 3 × z = -1. അതായത് x + 3z = -1. സെക്കൻഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 0 × x + 1 × y + -4 × z = 2. അതായത് y - 4z = 2. ഇവിടെ ലീഡിംഗ് വൺസ് ഉള്ളത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലും സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലുമാണ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ x ആണ്. അതായത് ഫസ്റ്റ് റോയിലെ ലീഡിംഗ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ 1 ആണ്. സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ y ആയതുകൊണ്ട് സെക്കൻഡ് റോയിലെ ലീഡിംഗ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ y ആണ്. സോ എക്സും വൈയുമാണ് ലീഡിംഗ് വൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ്. ഈ വേരിയബിൾസിനെയാണ് ലീഡിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ബാക്കി വേരിയബിൾസിനെ ഫ്രീ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. ഈ കേസിൽ സെഡ് ആണ് ഫ്രീ വേരിയബിൾ. ഈ ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യുവാൻ വേണ്ടി മുകളിൽ പറഞ്ഞ 2 ഇക്വേഷൻസിനെ പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ലീഡിംഗ് വേരിയബിൾസിനെ ഇൻ ടേംസ് ഓഫ് ഫ്രീ വേരിയബിൾസ് സോൾവ് ചെയ്തെടുക്കുന്നു. ദെൻ ഫ്രീ വേരിയബിൾസിനെ പാരാമീറ്റേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ ലീഡിംഗ് വേരിയബിൾസ് ആയിട്ടുള്ളത് എക്സും വൈയുമാണ്. ഫ്രീ വേരിയബിൾ സെഡ് മാത്രമാണ്. സോ എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് സെഡ് സോൾവ് ചെയ്തെടുക്കുന്നു. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും x = -1 - 3z, സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും y = 2 + 4z. സോ ലീഡിംഗ് വേരിയബിൾസിനെ ഇൻ ടേംസ് ഓഫ് ഫ്രീ വേരിയബിൾസ് നമ്മൾ സോൾവ് ചെയ്തെടുത്തു. ദെൻ ഫ്രീ വേരിയബിൾ ഇവിടെ സെഡ് ആണ്. അതിനെ ഒരു പാരാമീറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ സെഡിന് ആർബിട്രറി പാരാമീറ്റർ വാല്യൂ t അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ x = -1 - 3t, y = 2 + 4t. സോ ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ പാരാമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. x = -1 - 3t, y = 2 + 4t, z = t.
ദെൻ ടിക്ക് ആർബിട്രറി ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടി ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു -1, വൈ ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 0. ഇത് ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ടി ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു -4, വൈ ഈക്വൽ ടു 6, സെഡ് ഈക്വൽ ടു 1. അതും ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇതുപോലെ ടിക്ക് ആർബിട്രറി ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ സെക്കൻഡ് റെഡ്യൂസ്ഡ് ഓഗ്മെൻറ്റഡ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ദെൻ തേർഡ് വൺ 1 -5 1 4 0 0 0 0 0 0 0 0. ഇതിലെ സെക്കൻഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 0 × x + 0 × y + 0 × z = 0. അതുപോലെ തന്നെ തേർഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷനും 0 × x + 0 × y + 0 × z = 0. ഈ രണ്ട് ഇക്വേഷൻസും എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂസിൽ യാതൊരു റെസ്ട്രിക്ഷനും കൊണ്ടുവരുന്നില്ലാത്തതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻസും നമുക്ക് ഒമിറ്റ് ചെയ്ത് കളയാവുന്നതാണ്. സോ ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏതൊരു ഓർഡർ ട്രിപ്പിൾ XYZ ചൂസ് ചെയ്താലും അത് ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 1 × x + -5 × y + 1 × z = 4. അതായത് x - 5y + z = 4. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓർഡർ ട്രിപ്പിൾ XYZ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതായത് x - 5y + z = 4 എന്നുള്ള പ്ലെയിനിലെ ഏതൊരു പോയിൻറ്റും ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് ആ ലീനിയർ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ഇവിടെ ആകെ ഒരു ലീഡിംഗ് വൺ മാത്രമാണ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെൻറ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ x ആയതുകൊണ്ട് ഇവിടുത്തെ ലീഡിംഗ് വേരിയബിൾ x ആണ്. ഫ്രീ വേരിയബിൾസ് വൈയും സെഡുമാണ്. സോ ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി ലീഡിംഗ് വേരിയബിൾസിനെ ആദ്യം ഇൻ ടേംസ് ഓഫ് ഫ്രീ വേരിയബിൾസ് സോൾവ് ചെയ്തെടുക്കുന്നു. ആ ഇക്വേഷനിൽ നിന്നും x = 4 + 5y - z. ദെൻ ഫ്രീ വേരിയബിൾസിനെ പാരാമീറ്റേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ അവയ്ക്ക് ആർബിട്രറി പാരാമീറ്റർ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഫ്രീ വേരിയബിൾ വൈക്ക് ആർബിട്രറി പാരാമീറ്റർ വാല്യൂ എസും ഫ്രീ വേരിയബിൾ സെഡിന് ആർബിട്രറി പാരാമീറ്റർ വാല്യൂ ടിയും അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ x = 4 + 5s - t എന്ന് കിട്ടും. സോ ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ പാരാമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. x = 4 + 5s - t, y = s, z = t. എസിനും ടിക്കും ആർബിട്രറി വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഓർഡർ ട്രിപ്പിൾസ് XYZകളെല്ലാം ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും. അതുകൊണ്ട് ആ ലീനിയർ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ഒരു ലീനിയർ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സൊല്യൂഷൻസിനെയും ഒരു സെറ്റ് ഓഫ് പാരാമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. അതിലുള്ള പാരാമീറ്റേഴ്സിനെ ആർബിട്രറി വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ എല്ലാ സൊല്യൂഷൻസും നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സെറ്റ് ഓഫ് പാരാമെട്രിക് ഇക്വേഷൻസിനെയാണ് ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജനറൽ സൊല്യൂഷനിലുള്ള പാരാമീറ്റേഴ്സിനെ ആർബിട്രറി വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്താൽ ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.